പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നിയോഗം പറയുക. തിങ്കളാഴ്ചത്തെ നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അനുസ്മരിക്കുന്ന ഈ ദിവസം വിശുദ്ധ സെബസ്ത്യാനോസ് മാരക രോഗങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും വിശുദ്ധൻ മാത്രമല്ല, സുവിശേഷത്തിന്റെ പേര് ജയിലിൽ കിടക്കുന്നവരുടെയും വിടുതലിന്റെ മധ്യസ്ഥനാണ്. അതിനേക്കാൾ സ്ഥല സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുടെ എല്ലാം മധ്യസ്ഥനാണ്. വിശുദ്ധനെ ജീവിതത്തിലെ സ്ഥലം ലയകൃഷ്ണൻ ചക്രവർത്തി പകുതിയോളം രാജ്യത്തിന് പകുതി കൊടുക്കാന്ന് പറഞ്ഞത് കർത്താവിൻ്റെ നാമത്തെ പ്രതി സ്ഥലം വേണ്ടെന്ന് വെച്ച ആളാണ്. അതുപോലെ കൊണ്ട് തന്നെ സ്ഥല സംബന്ധമായ എല്ലാ വിഷയത്തിനും മേലും ദൈവികമായ തീരുമാനം ഉണ്ടാകാനും ഇടപെടലുണ്ടാകാനും വിശുദ്ധൻ്റെ മാധ്യസ്ഥം നല്ലതാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കർത്താവെ, കൃപാസനം അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കർത്താവെ, കൃപാസനം അൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ഈ ശക്തിയാൽ ഈ പ്രഭാതത്തിൽ ജനുവരി 20-ാം തീയതി തിങ്കളാഴ്ചയായി ഇന്ന് അങ്ങയുടെ മക്കള് ഇന്ന് കൂടുന്ന ഈ പ്രാർത്ഥനയിൽ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ
ശക്തി ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബാധിതരെയും മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തികമായ ബാധ്യതയാകാം, കുടുംബത്തിലുള്ള ഞെരുക്കമാകാം, ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയാകാം, മക്കളുടെ വിവാഹത്തിന് ഒത്തു വരണില്ലെന്ന് ഓർത്തുന്ന വേവലാതി കൊള്ളുന്ന മാതാപിതാക്കന്മാരെ സമർപ്പിക്കുന്നു. അവിടെ പ്രാർത്ഥന ഇന്ന് പരിശുദ്ധ സഭയുടെ പ്രാർത്ഥനയോട് ചേർത്ത് ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് വീടില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ഥലമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോട് ജീവിക്കാൻ പറ്റാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സമാധാനം ക്രിസ്തുവാണല്ലോ. കർത്താവേ, നീ സമാധാനം ഇല്ലാത്ത ഹൃദയങ്ങളിൽ നീ നിറയാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനേക്കാളുപരി നീ നിറയുന്നതാണ്, നീ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ സങ്കടമെന്ന് തോന്നുന്ന രീതിയിൽ നിന്നെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ അന്തരംഗങ്ങളെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണകളിലേക്ക് ആവശ്യിക്കട്ടെ. തൊഴിൽപരമായ തടസ്സങ്ങൾ, ഒത്തിരിപരമായ വരുമാനമില്ലാത്തവർ, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, കർഷക തൊഴിലാളികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർഷകരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഉദ്യമങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളവരുടെ വേദനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ഥലങ്ങൾ വിട്ടുമാറാൻ പറ്റാത്തവരെ കർത്താവെ, ജീവിത മാർഗങ്ങൾ ഒത്തിരിയേറെ ഏലവും അതുപോലെ തന്നെ കുരുമുളകൊക്കെ വെറുതെ ഗോഡൗണിൽ ഇരുന്ന് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ട്. ഈശോയെ, ചെറിയ പൊടിച്ചാളകളെല്ലാം വില കൂടി നിറച്ച് കടലുള്ളത് കാരണം അതിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട്. ഈശോയെ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത വിഷമം അനുഭവിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് അങ്ങയുടെ തിരുസേനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കണ്ണ തോന്നണം. ആതുരാലയങ്ങളും അഗതി മന്ദിരങ്ങളിലും വേദനിക്കുന്നവർ ഓർക്കുന്നുണ്ട്. കർത്താവ്, വീട്ടിൽ തന്നെ അഗതി മന്ദിരമെങ്കിൽ ഇതിനേക്കാളും നല്ല അഗതി മന്ദിരം ആയിരുന്നെങ്കിലെന്ന് വിചാരിച്ചുകൊണ്ട് മാതാപിതാക്കന്മാരും മക്കളെ പ്രാഗി ജീവിക്കുന്ന വീടുകളുണ്ട്. ഒരു പരിഗണനയും ഒരു സന്ധിപ്പയും ലഭിക്കാത്ത മുതിർന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ്, മനസ്സിടിഞ്ഞ് മാസങ്ങളായിട്ട് പള്ളിയിൽ പോകാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. കുർബാന കൂടിയിട്ട് ദിവസങ്ങളായിട്ടുള്ള മാസങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ളവരുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുർബാന കൂടിയ അനുഭവം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, മക്കളുടെ യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ പരീക്ഷയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ തലയിൽ കയറുന്നില്ല, ഉഴപ്പി നടക്കുന്ന മക്കളുണ്ട് ഈശോയെ. എന്നിട്ട് ജീവിതത്തിൽ വഴി പെശകൊണ്ടായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകി വഞ്ചനയുടെ കുരുക്കിലും ചതിയിലും പെട്ട് ജീവിതം ഇങ്ങനെ വല്ലാത്ത രീതിയിലായപ്പോഴുണ്ട്. കൂട്ടുകെട്ടുകളിൽ പെട്ടിട്ട് കർത്താവെ, അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത മാർഗമായിട്ട് കർത്താവെ, പലതരത്തിലുള്ള തിന്മ പ്രവർത്തികൾക്ക് അധീനപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളുടെയും കെട്ടുകൾ, ചങ്ങലകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണകളെ കൊഴുകട്ടെ. തലയിൽ പുണ്ണുള്ളവരെ കാണിക്കുന്നു, സർവാംഗം പുണ്ണുള്ളവരെ, ശരീരത്തിൽ വ്യത്യസ്തമായ കളറുകൾ മാറി വരുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ സ്നാനം ചെയ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കുടുംബപരമായ ഭാരങ്ങൾ, ജീവിത ഭാരങ്ങൾ, ഓരോ യാത്രയുണ്ടാകുന്ന പ്രയാസങ്ങൾ, യാത്രയ്ക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ സർവേശ്വരൻ ഇന്നത്തെ മുഴുവൻ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആശീർവദിച്ച് നൽകട്ടെ. അവിടെ ഫീസിൽപ്പെട്ട പവർ ആൻഡ് ഗ്രേസ്. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ പല അരൂപിയുണ്ട്. സാധാരണ അരൂപിയുണ്ട്, അസാധാരണ അരൂപിയുണ്ട്. ഈ അസാധാരണ അരൂപിയാണ് എപ്പോഴും ഭയങ്കര അനുസരണബിളാകണത് ദൈവത്തിരുസന്നിധിയിൽ. അതുകൊണ്ട് നിങ്ങൾ എന്നും കൊന്ന് ഇന്നലത്തെ പോലെ ഇന്നും എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇന്ന് ഇത്തിരി വ്യത്യാസം ഉണ്ടാകണം. നിങ്ങളുടെ അരൂപി ഡിഫറൻ്റ് ആയിരിക്കണം എന്നാണ് പറയണത്. നിങ്ങളെ ലക്ഷ്യം പ്രാപിക്കണമെങ്കിൽ അരൂപി ഡിഫറൻ്റ് ആയിരിക്കണം, മറ്റുള്ളവരെ പോലെ ആയിരിക്കരുതെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സംഖ്യാപുസ്തകം 14:24. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല, എന്നാൽ എന്റെ ദാസനായ കാലേബിനെ അവൻ ഉറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. കാലേബ് എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ?
ഈ നൂനിൻ്റെ മകൻ ജോഷുവ ഇല്ലേ, ജോഷുവ കുറേ പേരെ സമറിയയിലേക്കും അതിനെ കാനാൻ ദേശത്തേക്ക് വിടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കാനാൻ ദേശത്തേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോണത്. അപ്പം അവിടുത്തെ ജനങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്? നമ്മളവിടെ ചെല്ലുമ്പോൾ എലി അപ്പം തിന്നണ പോലെ നമ്മളെ തിന്നു കളയുക. അപ്പോൾ പാളയത്തിലൊക്കെ ഭയങ്കര പേടിയാണ്, പാളയത്തിൽ പേടിയായി. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ്, ജോഷുവ പറഞ്ഞു, ഒരു 4-5 പേരോട് പറഞ്ഞു, നിങ്ങൾ പോയി ഒറ്റ നോക്കിയിട്ട് വരാൻ പറയും, സ്പൈ ചെയ്യാൻ. ഒറ്റ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണുകൊണ്ട് തുറച്ച് നോക്കുക എന്നല്ല അർത്ഥം, സ്പൈ ചെയ്യാനാണ് പറയണത്. രഹസ്യമായി ഇപ്പം നമ്മളുടെ റോയൊക്കെ ഇല്ല, അതുപോലെ അവർ പോയിട്ട് അവരെ സ്പൈ ചെയ്തിട്ട് വരാൻ പറയും. സ്പൈ ചെയ്തിട്ട് വന്നു വെച്ചുകൊണ്ടല്ലോ ഈ പോയവർ വന്നിട്ട് പിന്നെ നിൽക്കുന്നവരെ പോലും ബോധം കെടുത്തി കളഞ്ഞു. അയ്യോ, അത് അവരെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു 80 കിലോനുണ്ട്, അവരുടെ ഒറ്റ മുന്തിരിക്കൊല 80 കിലോനുണ്ട്. 2 പേര് അവിടെ മുന്തിരിത്തോട്ടത്തിലൂടെ മുന്തിരിക്കൊല തണ്ടേ കാവിക്കൊണ്ടുകൂടെ കണ്ട് അതൊരു 80 കിലോ വരും. അത്രയും വലിയ രാക്ഷസരായ മനുഷ്യരവിടെ ഉള്ളത്. നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊന്നുമല്ല, ഇത് നടക്കണ കാര്യമില്ലെന്ന് പറയും. എന്നിട്ട് പറയും അനാർക്ക് എന്ന് പറഞ്ഞ രാക്ഷസവർഗമുണ്ട്, അനാർക്കിൻ്റെ സന്തതികൾ ഞങ്ങളവിടെ കണ്ടെന്ന് പറയും. അനാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 8-9 അതിൻ്റെ പാർട്ടിയാണ്. അവരെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതോടുകൂടി സപ്തനാടുകളും തളർന്ന് ഇവിടെ എല്ലാം അസ്തമിച്ച്. അപ്പം കലേബ് പറയും, എന്താ അനാർക്കായാലും ശരി, നമ്മൾ വിശ്വസിക്കണ കർത്താവ് അവർ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറയും. ഇത് വിശ്വാസം തന്നെയല്ല, ആത്മവിശ്വാസവും ആത്മധൈര്യവും ഭയങ്കര. അതായത് വിശ്വാസം തന്നെ ആത്മധൈര്യത്തിലേക്ക് വരണം. അല്ല, നിങ്ങൾ വിശ്വാസമുണ്ട്, ഉത്കണ്ഠ ഉണ്ടെങ്കിൽ ആ വിശ്വാസം വർക്കൗട്ട് ചെയ്യത്തില്ല. വിശ്വാസമുണ്ട്, ഭയം ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നെക്കെതിരെ തുറച്ചു നോക്കുകയും നിന്നെ കീഴ്പ്പെടുത്താൻ പോവുകയും ചെയ്യുന്ന, നീ പേടിക്കുന്ന വ്യക്തികൾ, നീ പേടിക്കുന്ന സംഭവങ്ങൾ, നീ പേടിക്കുന്ന, ഇപ്പോൾ നീ ഒരു ഓഫീസിൽ കയറി പോകാൻ പോവുകയാണ്, പക്ഷേ നിനക്കറിയാം പേടിയാണ്. നീ ഒരു ബാങ്കിൽ പോവുകയാണ്, മാനേജർ നിനക്ക് പേടിയാണ്. നീ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ നിനക്ക് പേടിയാണ്. അപ്പോൾ അവരുടെ ശബ്ദം അടിക്കണം തളർന്ന് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ തന്നെ വെള്ളം മേടിച്ച് കുടിക്കുന്ന ഒരു കയ്യാൻ കളി. പക്ഷേ കലേവ് എന്താ പറയണത്? ഏതാരായാലും എൻ്റെ കർത്താവാണ് അവൻ അവിടെ എത്തിയിരിക്കണത്, അവനെ നമുക്ക് ഏൽപ്പിച്ചു തരുമെന്ന്. എന്ത് വിശ്വാസം! അതാണ് ദ സ്പിരിറ്റ് ലെഡ് ബൈ കലേബ് വാസ് ഡിഫറെൻറ്റ്. അതായത് വചനം മുഴുവനും ഭയങ്കരമായ രീതിയിൽ പറയണം. അതായത് കലേബിനെ നയിച്ച ആ രൂപി ഡിഫറെൻ്റാണ്. എന്താ, അത് വിശ്വാസത്തെക്കാളും വിശ്വാസം നൽകുന്ന ആത്മധൈര്യമാണ്. ആത്മധൈര്യം ദൈവം എന്ന ഒരു വ്യക്തി അധിഷ്ഠിതമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ചു തരും. നീ ഇന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നീ എവിടെ പോയാലും, വില്ലേജ് ഓഫീസായിക്കൊള്ളട്ടെ, ബാങ്കിലായിക്കൊള്ളട്ടെ, പഞ്ചായത്തിലായിക്കൊള്ളട്ടെ, പെൻഷൻ്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, നടക്കാത്ത ഏത് കാര്യത്തിന് പോയാലും അത് നടക്കത്തില്ലെന്ന് മറ്റുള്ളവർ പറയും. അപ്പോൾ നീ പറയണം, കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരും. ഓക്കെ, ബി ഗ്രേസ്ഫുൾ. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ നിങ്ങൾ റീഡിങ്ങിന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീഡിങ്ങിന് മൊത്തം IELTS തോറ്റ പോലെയായി. IELTS പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് റീഡിങ്ങിന് നിങ്ങൾ തോറ്റു, ബാക്കി സ്പീക്കിംഗ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റതുപോലെ. അതുകൊണ്ട് നിങ്ങൾക്ക് കയറിപ്പോകാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ ഉടമ്പടിയിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് ചെയ്ത് നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് ചെയ്ത്, സൗകര്യപ്പെടാത്ത ചെയ്യാതെ ഇരിക്കുമ്പോൾ അത് മാറ്റി വെക്കുമ്പോൾ ഇത് മൊത്തം ചെയ്യാത്തതുപോലെ. കാര്യം നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് ചെയ്യാൻ വേണ്ടിയല്ല ഉടമ്പടി എടുക്കുന്നത്. നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ലക്ഷക്കണക്കിന് മനുഷ്യർ പരീക്ഷിച്ച് വിജയിച്ച ഒരു ദൈവിക പദ്ധതിയാണ്. അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യകാലങ്ങളൊക്കെ ചിലപ്പോൾ ഉടമ്പടി അത്ര അറിവില്ലാത്തത് കൊണ്ട് തെറ്റിപ്പോകാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളെ തിരുത്തുമ്പോൾ നിങ്ങൾ ഉടനെ അത് തിരുത്തി അതൊരു ഉടമ്പടി ഒരു വികാരമാക്കി മാറ്റണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും വേറെ ഒരു പ്രശ്നവും ഉടമ്പടിയിലില്ല. നിങ്ങൾ ഉടമ്പടി സീരിയസ് ആണെന്ന് ദൈവത്തിന് ഒന്ന് മനസ്സിലായാൽ മതി. അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് ഉടമ്പടി നിങ്ങൾക്ക് ചിലർക്ക് ഫലിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉടമ്പടി ചെയ്വനകൾ ദൈവത്തിന് നിങ്ങൾ സീരിയസ് ആണെന്ന് മനസ്സിലായിട്ടില്ല. കാര്യം അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അതാണ് കുഴപ്പം. അത് സീരിയസ് ആയിട്ടാണ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല. ഇപ്പോൾ വാഴ നനയുമ്പോൾ ചീര നനയാമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകുതി മകളെ അമ്മ ചെയ്ത്
അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വിഭജിക്കാനൊന്നും പറ്റത്തില്ല. ഉടമ്പടി ബൈ പേഴ്സണാണ് എടുക്കുന്നത്, വ്യക്തിയല്ല എടുക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം. ആരാണ് ഉടമ്പടി എടുക്കുന്നത് ആ വ്യക്തിക്കാണ് ദൈവത്തോട് പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ചെറുക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്താ കാര്യം? ഉറപ്പായ ഒരു കാര്യത്തിന് ദൈവമായിട്ട് ഒരു ഉടമ്പടിയിലായിരിക്കുന്നു എന്നുള്ളതല്ലേ എൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയണത്. ഇപ്പം ഇത് മനുഷ്യനാണെങ്കിൽ ദൈവത്തോട് ഒത്തിരിയേറെ ചോദ്യങ്ങൾ മനുഷ്യൻ ഈശോ വന്നപ്പോൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. അതിലൊരു ചോദ്യം മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചില്ലേ? ഈശോയോട് ഒരു ചോദ്യം ഈശോയോട് ചോദിച്ചത്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അത് ഈശോയോട് ചോദിച്ച ചോദ്യമാണ്. ഈശോ അതിന് ഒരു ഉത്തരം പറയും. പിന്നെ ഈശോയെ കണ്ടപ്പോൾ വേറെ ഒരുത്തൻ ചോദിച്ചു, സ്വർഗ്ഗരാജ്യത്ത് വലിയവനാകാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഓരോരോ ചോദ്യങ്ങൾ ഈശോയോട് ചോദിച്ചു. വേറെ ഒരുത്തൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്ന് പറഞ്ഞാൽ, ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതൊരു വലിയ ചോദ്യമാണ്. 6:28 വായിച്ച യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാൻ 6:28. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ആ ചോദ്യം കേട്ടില്ലേ? എന്ന് പറഞ്ഞ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ, അല്ലാതെ പ്രാർത്ഥിക്കുന്നവരല്ല. മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കുന്നവരല്ല. പിന്നെ ആരാണ്? ദൈവഹിത 6:28 എന്ന് പറഞ്ഞ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ഈശോ ഒരു ഉത്തരം അതിന് പറയും. എന്താണ് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി? വായിച്ചത് യേശു മറുപടി പറഞ്ഞു. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവൻ്റെ അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവഹിത അനുസരിച്ചുള്ള പ്രവൃത്തി. വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസം എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പം അവനിൽ അയച്ചവന് വിശ്വസിക്കുക, അതാണ് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വിശ്വാസം പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെടുന്നത്. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ ഇതാണ് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവന് വിശ്വസിക്കുക, അതല്ലേ നമ്മൾ കണ്ടത്. ഇപ്പം വിശ്വസിക്കുന്നതാണ്. ഈശ്വരൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? എന്താണ് ഈ യാക്കോബ് 2:24 വർക്കൗട്ട് ചെയ്യണം. എന്താണ് അത്? വായിച്ചൊന്നൊരു വായിച്ചേ. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ ദൈവഹിത പ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തികൾ വഴിയാണ്. അതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്ത് പ്രവൃത്തികളാണ്? എന്തെങ്കിലും പ്രവൃത്തികളാണ്? അല്ല. പിന്നെ എന്താണ്? അവൻ പറയണ പോലെയുള്ള പ്രവൃത്തികൾ, അവൻ പറയണ പോലെ ചെയ്യുക, അതാണ് വിഷയം. അവൻ അത് വായിച്ച് യോഹന്നാൻ 2:5. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അപ്പൊ ഈ അവൻ നിങ്ങളോട് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി എന്താ? ദൈവഹിത പ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. എന്ത് വിശ്വസിക്കണം എന്നുള്ള ഉത്തരം എന്താണ്? വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. എന്ത് പ്രവൃത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവൻ പറയണത് പോലെ
ചെയ്യുക. ഇത് ഇൻ്റർകണക്റ്റഡ് ആണ്. അപ്പോൾ ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടി ജീവിതമാണ്. കൈയടിച്ച് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന. ജീവിതം ധന്യമായി തീർന്നിടും. ജീവിതം ധന്യമായി തീർന്നിടും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ കാര്യമല്ലേ ഉറപ്പായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ദൈവം ഒരു വിശ്വാസത്തിൻ്റെ സബ്ജക്റ്റേ അല്ല. ദൈവം ഒരു വിശ്വാസത്തിൻ്റെ സബ്ജക്റ്റ് ആകണത് ആധ്യാത്മികതയുടെ ആദ്യ തലങ്ങളിൽ മാത്രമാണ്. പിന്നീട് നമ്മൾ വിശ്വസിക്കുകയല്ല, നമ്മൾ കാണുകയാണ്. ഉടമ്പടിയിൽ എന്നൊക്കെ പറയണത് ഇപ്പം തന്നെ ആ ചേച്ചിയുടെ അവർക്ക് ഈ അറിവ് അഭിഷേകമായിട്ട് മാറും. അറിവ് അഭിഷേകമായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ അവരെ ആശീർവദിക്കുമ്പോൾ അവർ ജ്ഞാനശാസ്ത്രീയും മേടിച്ചുകൊണ്ട് പോകണം. ഇനി ഉറപ്പായെന്നും പറഞ്ഞ് പോകണെന്താണ് ഉറപ്പ്? അത് അറിവിനങ്ങനെ ഒരു ഗുണമുണ്ട്. നിങ്ങളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഉടമ്പടി ഞാൻ 5 പുതുക്കി 15 പുതുക്കി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ അറിവിൻ്റെ സ്ഥലത്ത് നിന്ന് അഭിഷേകത്തിലേക്ക് മാറിയാൽ നോക്കണം. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ആധ്യാത്മികത എന്ന് പറയുന്നത് നല്ല ഡെപ്തുള്ള വിഷയമാണ്. അറിവ് കുറേ നാളായില്ലേ നിങ്ങൾ അതിൻ്റെ അകത്ത് ജീവിക്കുന്നവരില്ലേ? അപ്പോൾ അങ്ങനെയുണ്ട്. അതിൻ്റെ ആനുപാതികമായ വളർച്ച ഉണ്ടാകണം. നിങ്ങൾക്ക് ചുറ്റും തീ ഉണ്ടാകും, പുകയുണ്ടാകും, നിങ്ങളുടെ മക്കൾ തോന്നിവാസികളാകും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഭർത്താവ് വെള്ളമടിക്കാരനാകും, അല്ലെങ്കിൽ ഭാര്യ നിങ്ങളുടെ ആധ്യാത്മികം അംഗീകരിക്കാത്ത ആളാകും. വീട്ടിൽ മക്കളാരും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ചിരി വരും, അവർക്ക് നിങ്ങളെ ആക്ഷേപിക്കും. അങ്ങനെ പല കാര്യങ്ങളും വീട്ടിൽ നടക്കും. നിങ്ങൾ തീയിലൂടെ നടക്കുമെന്ന് ഈശോ പറഞ്ഞല്ല, അത് തീയാണ്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? തീ നിങ്ങളെ പൊള്ളിക്കുകയില്ല. അതാണ് അഭിഷേകം എന്ന് പറയുന്നത്. എടുത്തത് വചനെടുത്ത് യെശയ്യാ 43:2. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ പറഞ്ഞേ, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. നടക്കത്തില്ലെന്നല്ല സംഭവം, നടക്കും. ഞാനും നടക്കും, നിങ്ങളും നടക്കും. കർത്താവും നടന്നതാണ്, അമ്മയും നടന്നതാണ്. ഇവരെല്ലാം അഗ്നിശോധന കഴിഞ്ഞ ആൾക്കാരാണ്. അഗ്നിശോധന എന്തിനാണ് വെച്ചിരിക്കുന്നത്? അഗ്നിശോധനയെ അതിലംഘിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അഗ്നിശോധനയുണ്ട്. നിങ്ങളും നടക്കും, ഞാനും നടക്കും. അമ്മ അഗ്നിയിലൂടെ നടന്നതാണ്, കർത്താവ് അഗ്നിയിലൂടെ നടന്നതാണ്. പക്ഷെ എന്താ പറഞ്ഞത്? നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം എന്താണ്? അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങുകയില്ല. അതാണ് അഭിഷേകം എന്ന് പറയണത്. അതിനാണ്. അപ്പം നടക്കണ എന്തിനാണ്? ഈ അഗ്നിയിലൂടെ നമ്മളെ നടത്തിക്കണ എന്തിനാണ്? നമ്മളെ പൊള്ളിക്കാനാണ്. എന്നിട്ട് കന്നേ കാളയെന്ന് പറഞ്ഞ് കാറി കൂവി നടക്കാൻ വേണ്ടിയാണ്? അല്ല. 1 Petrus 1:7. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. വിശ്വാസത്തിനെ അതിജീവിത വിശ്വാസമുണ്ട്, കേവല വിശ്വാസമുണ്ട്. കേവല വിശ്വാസത്തേക്കാൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ വിശ്വാസത്തെ അതിജീവിത വിശ്വാസം ആക്കി മാറ്റുക. സർവൈവ്ഡ് ഫെയ്ത്ത്, ദാറ്റ് ഇസ് ഫിഡലിറ്റി, പെർസ്വേറിംഗ് ഫെയ്ത്ത് എന്നൊക്കെ പറയും. അതിജീവിത വിശ്വാസം. നിങ്ങളുടെ വിശ്വാസത്തെ അത് ടെസ്റ്റഡ് ഫെയ്ത്ത്, അതിൻ്റെ ഷുവർട്ടിയാണ്, എക്സലൻസിയാണ് അതിനകത്ത് വരുന്നത്. ഇപ്പം നിങ്ങൾ കടയിൽ നിന്ന് ചില ഇലക്ട്രോണിക്സ് ഉൽപ്പന്നം മേടിക്കുമ്പോൾ അതിലുണ്ടാകും എന്താണ്? ടെസ്റ്റഡ്. ഇത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണെന്ന്. അത് നമ്മുടെ വിശ്വാസം ടെസ്റ്റഡ് ആണെങ്കിൽ നമുക്കത് നല്ല ആസ്തിഭദ്രത വർദ്ധിപ്പിക്കും. അതിനിതുപോലെ ഓരോ പരീക്ഷ കഴിയുമ്പോഴും
ഫെയ്ത്ത് മുമ്പത്തേക്കാൾ പവർഫുള്ളായിരിക്കണം. അല്ലാതെ കർത്താവ് ഇത് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തല്ല, ഞാൻ കുറേ പ്രാർത്ഥനയൊക്കെ നടക്കണമല്ലേ, കർത്താവിന് ഇങ്ങനെ ഞങ്ങളോട് ചെയ്യാവാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കണം. അതുകൊണ്ട് അവിടെ വെച്ച് ആ വിശ്വാസം കരിഞ്ഞു മാറുകയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് മിണ്ടാതിരുന്നാലും മണ്ടത്തരങ്ങൾ ദൈവത്തോട് ചോദിക്കരുത്. പറഞ്ഞ മനസ്സിലായില്ലേ? മിണ്ടാതിരുന്നാലും മണ്ടത്തരങ്ങൾ ദൈവത്തോട് ചോദിക്കരുത്. അപ്പം കരിഞ്ഞു മാറി സംഭവം. നിങ്ങൾ ചോദിക്കുകയെ, ഞാനിങ്ങനെ ഉടമ്പടിയൊക്കെ എടുത്തതല്ലേ, അപ്പം ദൈവത്തിന് ഇങ്ങനെ എന്നോട് ചെയ്യാവാ എന്ന് നിങ്ങൾ ചോദിച്ചാൽ, കർത്താവ് പണ്ട് അമ്മയോടും നിക്കോദേമോസിനോടും ഈശോ ഉത്തരം മുട്ടിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഈശോ പ്രീസപ്പോസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. നിനക്ക് ഇതൊക്കെ അറിയാവുന്നതെന്നാണ് ഞാൻ ധരിച്ചിരിക്കണമെന്ന് പറയും. അതോടുകൂടി അമ്മ ഫ്ലാറ്റായി. എന്താണ്? 2:48 വായിച്ചേ. ലൂക്കാ 2:48. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? കണ്ട അമ്മ ചോദിച്ചതാണ്. എന്താണ് ഈ കാണാതെ പോയില്ലേ കർത്താവിനെ? ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രങ്ങളെ തർക്കിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാതാവിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയില്ലേ? അതാ ചോദിക്കണത്. എൻ്റെ മകനെ നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അത് നമ്മളും ചോദിക്കണതാണ്. ഞാൻ ഉടമ്പടി എടുത്തതല്ലേ, എന്താ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് നമ്മളെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട്. നമ്മളെക്കുറിച്ച് നമുക്ക് അസസ്മെൻ്റ് ഇല്ല, എന്നുവെച്ചാൽ വിലയിരുത്തലില്ല. നമ്മളിപ്പോഴും ഒന്നും പറയും ഈളാ പിടിച്ച പിള്ളേരെ പോലെ നടക്കണമെന്നല്ലാതെ. പക്ഷേ ദൈവം ഇങ്ങനെ വളർത്തി ഈ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഒരു മിനിമം നോളജ് നമ്മളെക്കുറിച്ച് ഉണ്ടാകണം എന്നാണ് ദൈവം പ്രീസപ്പോസ് ചെയ്യണത്. പണ്ട് ഈ നിക്കോദേമോസിന് ഈ അബദ്ധം പറ്റിയായിരുന്നു. അമ്മയ്ക്ക് പറ്റിയ അതേ അബദ്ധം നിക്കോദേമോസിന് പറ്റി, വേദശാസ്ത്രിക്ക് പറ്റിയായിരുന്നു. വേദശാസ്ത്രി ചോദിച്ചു, പ്രായമായ എനിക്ക് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഈശോ ഇതുപോലൊരു ചോദ്യം ചോദിച്ചു. വായിച്ചേ. യോഹന്നാൻ 3:4. നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? ഈശോ എന്താ ചോദിച്ചത്? ഈശോയുടെ മറുപടി എന്താ? യോഹന്നാൻ 3:10. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? അതാണ് സംഭവം. ഈ പ്രീസപ്പോസ് ചെയ്യണം. നിനക്കിത് അറിയേണ്ടതല്ലേ? അമ്മയോട് ഇത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, നിങ്ങളോട് ഇത് തന്നെ ചോദിക്കണത്, എന്നോട് ഇത് തന്നെ ചോദിക്കണത്. നീ ഇത്രയും നാൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച ആളല്ലേ? പാവത്തങ്ങൾ ആദ്യമായിട്ട് വരുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് കുറേ നാൾ ധ്യാനമൊക്കെ കൂടി വരുമ്പോൾ ഈ ചോദ്യം വരും. എന്താണ്? നീ എത്രയോ വർഷങ്ങളായി വചനത്തിൽ എൻ്റെ കൂടെ നടക്കുന്നു. അമ്മയോട് ചോദിച്ചത് എന്താ? അമ്മയോട് എന്താ ചോദിച്ചത്? ഇപ്പോൾ ഇവിടെ എന്താ ഈ നിക്കോദേമോസിനോട് ചോദിക്കണത് എന്താണ്? നീ ഇസ്രയേലിലെ ഗുരുവല്ലേ, ഉപദേഷ്ടാവല്ലേ? എന്താ ചോദിച്ചിരിക്കണത്? നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? അതാണ് പറഞ്ഞത്. നീ ഇങ്ങനെ കുറേ ധ്യാനങ്ങളൊക്കെ കൂടിയില്ലേ, എന്നിട്ടും നിനക്കിത് മനസ്സിലാവണില്ല എന്ന്. അപ്പോൾ ഈ ധ്യാനങ്ങളൊക്കെ കൂടണം എന്തിനാണ്? രോഗശാന്തി പ്രാർത്ഥിക്കാനും കുടുംബകാര്യം നടക്കാനല്ല, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ ധ്യാനങ്ങളൊക്കെ കൂടണം എന്തിനാണ്? രോഗശാന്തി നേടാനും മകളെ കെട്ടിക്കാനും PR കിട്ടാനും അതൊന്നുമല്ല, അതിന് മാത്രമല്ല. എന്തിനാണ്? കുറേ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വായിച്ച ഭാഗം. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? അപ്പൊ ഈ മനസ്സിലായാൽ തന്നെ ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിക്കും. നീ എന്താണ്, ഞാൻ ഉടമ്പടി എടുത്തിട്ടും നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്നല്ലേ പല ആൾക്കാരും ചോദിക്കണത്. അത് ചോദിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനങ്ങൾ അനുഭവങ്ങൾ, അടയാളങ്ങൾ മാത്രം അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാണ്. ഈ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് നമുക്ക് മാത്രമല്ല, അമ്മയ്ക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് നീ ഞങ്ങളോട് എന്താണ് ഇങ്ങനെ. അതാ 2:48. അത് കഴിഞ്ഞ് ഈശോ പറഞ്ഞ ഉത്തരവ് എന്താന്ന് വെക്കുക. 2:49. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അതാണ് പ്രശ്നം.
അമ്മ ഇത് അറിയേണ്ടതായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയുള്ള ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു. പിതാവിൻ്റെ കാര്യമെന്നും പറഞ്ഞ് ആധ്യാത്മികതയിൽ ഒരു വകുപ്പുണ്ട്. നിങ്ങൾ ദൈവത്തിലേക്ക് വരുമ്പോൾ ആ വകുപ്പിന് സംവരണങ്ങളില്ല, സെക്യൂരിറ്റിയുമില്ല. ഈശോയുടെ കാര്യങ്ങൾക്കാണ് നമുക്ക് സംവരണങ്ങളും നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുകയും നമുക്ക് കുറേ ദൈവാനുഗ്രഹങ്ങളും അതൊക്കെ തന്ന് നമ്മുടെ സാന്ത്വനവും ക്ഷമയൊക്കെ തന്നെ ഈശോയുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. പിതാവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെന്ന് അവസാനിക്കണത്. നമ്മൾ അറിയാമല്ല, നമ്മൾ ചെന്ന് അവസാനിക്കണത് എവിടെയാണ്? പിതാവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെന്ന് ജീവിതം അവസാനിക്കണം അവിടെയാണ്. അവിടുത്തെ കാര്യങ്ങൾ നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കാരണം അവിടെ നമുക്ക് ഇതില്ല, സബ്സിഡി ഇല്ല, ഗ്രാൻറ്റും ഇല്ല, ഒന്നുമില്ല. മൊത്തം നമ്മൾ തിരിച്ചടക്കണം, ഒരു സുഖവും കിട്ടത്തില്ല. അതാണ് ഫാദേഴ്സ് അഫെയർ എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ അകത്ത് ഈശോയ്ക്കും രക്ഷപ്പെട്ടില്ല. ഈശോയും ആ പിതാവിൻ്റെ കാര്യം വന്നപ്പോൾ, അവസാനം വന്നപ്പോൾ അവിടെ ഭയങ്കര പേയ്മെൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് അടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പേയ്മെൻറ്റ് വന്നവിടെ. ഇപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ തോതനുസരിച്ച്, കഴിവനുസരിച്ചാണ് ഈ പ്രലോഭനം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈശോ അവസാനിക്കുന്നത്, പിതാവേ അങ്ങനെ ഉപേക്ഷിച്ചത്. അതാണ് പിതാവിൻ്റെ കാര്യമാണത്. അപ്പം അവിടെ നമുക്ക് സബ്സിഡി ഇല്ല, ഗ്രാൻറ്റും ഇല്ല, ഒന്നുമില്ല. അത് നമ്മൾ പേയ്മെൻറ്റായിട്ട് കൊടുക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് വിശ്വാസം വരുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെയാണ്. അതാണ് പിതാവിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കണമല്ലാതെ ഇങ്ങോട്ടൊന്നും ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ നമ്മൾ പിതാവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 100 ജപമാല ചൊല്ലിയാലും 100 ജപമാലയ്ക്ക് നമ്മൾക്ക് റിട്ടേൺസ് ഒന്നുമില്ല, പലിശ പോലും അടയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഞങ്ങളെപ്പോഴും ബാങ്കിൽ കൊണ്ട് അടക്കുന്നുണ്ട്, പക്ഷെ അവരെല്ലാം അത് പലിശക്കാണ് പോകണമെന്നില്ലേ. അപ്പോൾ പലിശക്കെങ്കിലും പോകണ്ടല്ലോ. അത് ഈ പിതാവിൻ്റെ കാര്യത്തിൽ പലിശക്ക് പോലും പോകത്തില്ല. എന്താ കാര്യം? നമുക്ക് തരുന്ന നിത്യതയാണ്. നിത്യത നമുക്ക് വില കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. അപ്പം കിട്ടണമെല്ലാം അതിലേക്ക് ഫണ്ട് ചെയ്യുകയാണ്. അതാണ് പിതാവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിത്യത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത കാരണം ദൈവം അതിൻ്റെ വില കൊടുത്തതാണ്. നിങ്ങൾക്ക് ഒരു വസ്തുവിന് 1,00,000 രൂപ വിലയുണ്ട്. നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട് നിങ്ങളുടെ കയ്യിൽ? അപ്പോൾ നമ്മുടെ കയ്യിൽ 1,00,000 രൂപ വിലയുള്ള വസ്തുവിന് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കുറഞ്ഞതൊരു 80,000 രൂപയെങ്കിലും വേണ്ടേ? 8 രൂപയാണ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതുപോലെ ഈ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് കൊടുത്താലും നമുക്കത് റീഫണ്ടബിൾ അല്ല, അത് പലിശ പോലും അടയത്തില്ല. അതുകൊണ്ട് തന്നെ ചില പ്രാർത്ഥനകൾ, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയണം. ചില പ്രാർത്ഥനകൾ നിത്യനിക്ഷേപത്തിലേക്കാണ് പോണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ചില പ്രാർത്ഥനകൾ നിത്യനിക്ഷേപത്തിലേക്കാണ് പോണത്. അതിന് നമുക്ക് മറുപടി ഇല്ലാത്ത കുറേ പ്രാർത്ഥനകൾ ഉണ്ടാകും. അത് നിങ്ങൾ അറിയണം. നമ്മൾ ഏത് ഉടമ്പടി എടുത്താലും, ഉടമ്പടിയുടെ മുത്തപ്പനെ എടുത്താലും ചില പ്രാർത്ഥന നിത്യനിക്ഷേപത്തിലേക്കാണ് പോകണം. പിതാവിൻ്റെ കാര്യമാണത്. പിതാവിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കണം, എൻ്റെ നിത്യത, എൻ്റെ മക്കളെ നിങ്ങളും ഞാനും ഓർക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ചെയ്യാനുള്ള കാര്യമാണെങ്കിൽ ദൈവം ചെയ്തു തരും, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. ഇത്രയും നാൾ ഞാൻ അങ്ങനെ തന്നെ ദൈവമായിട്ട് ജീവിച്ചിരിക്കണത്. ചെയ്യാനുള്ള കാര്യമാണെങ്കിൽ എൻ്റെ കാര്യമായാലും നിങ്ങളുടെ കാര്യമായാലും ദൈവം ചെയ്തു തരും, എൻ്റെ അത് ഡൗട്ടില്ല. അല്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്? അല്ല, ഞാൻ പറഞ്ഞിട്ടാണ് ഉടമ്പടി തന്നത്. ഉടമ്പടിയെക്കുറിച്ച് എനിക്കൊരു കുന്തം അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം സ്വർഗത്തിൻ്റെ പദ്ധതി പോലെ തന്നതുകൊണ്ട് ദൈവം തന്നതാണ്, ഇങ്ങോട്ട് തന്നതാണ്. അപ്പം അത്രയും ബന്ധം ദൈവമായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ദൈവം അത് ചെയ്യും. ചില കാര്യങ്ങൾ ദൈവം ചെയ്യേയില്ല. എന്താ കാര്യം? അത് നിത്യനിക്ഷേപത്തിലേക്ക് ആ ക്യാരി ഓവർ ചെയ്തിരിക്കണത്. അപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നണം. ചില കാര്യം നടക്കാതിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നണം. എന്താ കാര്യം? നിത്യജീവന് വേണ്ടി എനിക്ക് രജിസ്റ്റർ ആയിട്ടുണ്ടെന്ന്. അതാണ് വിഷയം. ഭൂമി വെച്ച് തന്നെ നമുക്ക് അറിയാൻ പറ്റും രജിസ്റ്റർ ആയിട്ടുണ്ടോ അതില്ലേ എന്ന്. മനസ്സിലായില്ലേ? ഭൂമി വെച്ച് തന്നെ നമുക്കറിയാൻ പറ്റും നിത്യതയിൽ നമ്മൾ പേര് രജിസ്റ്റർ ആയിട്ടുണ്ടാകുന്നു. എന്താ? രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള ഡിവിഡൻഡ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമ്മൾ വളരെ നിത്യതയ്ക്ക് വേണ്ടിയാണ് ദൈവദൃസന്നിധിയിൽ ഒരു മനുഷ്യൻ അഭയം പ്രാപിക്കണമെങ്കിൽ അവന് ആധ്യാത്മികത ഒരു നിത്യാഘോഷമായിരിക്കും. അല്ലാത്തവന് ആവലാതി മരണം വരെ ഇങ്ങനെ അത് തന്നില്ല ഇത് തന്നില്ല എന്ന് പറഞ്ഞ് ഇളയെ ഒഴുക്കി കുഞ്ഞുങ്ങളെപ്പോലെ നിലവിളിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്ത്, ഞാൻ പള്ളിയിൽ പോയില്ല, ഇനി ഒരു ദൈവത്തിനെയും വിളിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും വിഷയമുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ഒന്ന് വിളിക്കരുത്. ഇപ്പോൾ ഒരു ഭർത്താവ് മരിച്ച ഒരു പെങ്കൊച്ച് വന്ന് അമ്മ പറഞ്ഞ് അവളിപ്പോൾ പള്ളിയിൽ പോകണില്ല, അവിടെ ഭർത്താവ് മരിച്ചത്.
അപ്പോൾ നല്ല കാര്യം, അവൾ പോകണ്ടെന്ന് പറഞ്ഞു. അവളെ പോയിട്ട് ദൈവത്തെ കഞ്ഞി വെക്കേണ്ട കാര്യമില്ല. എടാ, ഈ ദൈവത്തിരുസന്നിധി വരുമ്പോൾ എല്ലാം ഇങ്ങനെ പറഞ്ഞ് മേടിക്കാമെന്ന് പറഞ്ഞാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊട്ടയും പട്ടിയോടെ ഇറങ്ങിയിരിക്കണം. അങ്ങനെയല്ല, അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി കൂടിയാണ്. എന്തിനാണ്? ഞാൻ മാതാവിനെ നേരെ കണ്ടയാളാണ്. നിത്യത എന്താണെന്ന് എനിക്കറിയാം. ആർക്ക് കൊടുത്ത് മുതലാക്കാൻ പറ്റും നിത്യതയ്ക്ക് വേണ്ടി? ആർക്ക്? പിന്നെ എന്നിട്ട് പോലും നിൻ്റെ പേര് അവിടെ എഴുതി വച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് എന്തൊരു നന്ദി പറയണം. എൻ്റെ മക്കളെ, കേൾക്കാത്ത പ്രാർത്ഥനയ്ക്കാണ് നന്ദി പറയേണ്ടത്, കേട്ട പ്രാർത്ഥനയ്ക്കല്ല. കേൾക്കാത്ത പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുമ്പോഴാണ് നിൻ്റെ നിത്യതയെക്കുറിച്ച് നിനക്കൊരു റിയലൈസേഷൻ ഉണ്ടാകുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ നിക്ഷേപമാണെന്നുള്ള വലിയ ആത്മജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. എൻ്റെ മക്കൾ, നിത്യതയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിതം ഈസിയാകും. കാര്യം എന്താണ്? ഈശോ പറഞ്ഞത് ബാക്കിയെല്ലാം ചേർത്ത് നൽകും. നിങ്ങൾ ആദ്യം ദൈവരാജ്യവും അത് നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം ചേർത്ത് നൽകും. നമ്മൾ ഇത് മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം ഭാരപ്പെടും. നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രത്യേകം പ്രയോജനമില്ലെങ്കിൽ വൈ ഷുഡ് ഗോഡ് ഇൻ്റർഫിയർ ഇൻ ഇറ്റ്? നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിത്യത ഇത്രയും ഭയങ്കരമായ ഒരു നിസ്തുലമായ ചൈതന്യമായി നിൽക്കുന്നതിൻ്റെ കാരണം ഇത് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തതാണ്. അപ്പോൾ നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ നിൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തത്തെ ആരാധിക്കുകയാണ് ചെയ്യണത്. നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ നിൻ്റെ കർത്താവിൻ്റെ മുൾക്കിടത്തെ നീ അംഗീകരിക്കുകയാണ് ചെയ്യണത്. നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ അവൻ്റെ തിരുവിലാല മുറിവിലെ അഭയം പ്രാപിക്കുകയാണ് ചെയ്യണത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ഒരുമിച്ച് പാടുക. ഇതുപോലെ തന്നെയാണ്. അപ്പം അച്ഛനിലൂടെ ഈശോ പറഞ്ഞു, എൻ്റെ ദൈവപൈതലെ, നിൻ്റെ പേര് നിത്യതയെ കർത്താവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഭൂമി വെച്ചത് അറിയാൻ പറ്റും. എന്താണ്? നീ 10 പ്രാർത്ഥിച്ച് 2 പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ ഇരിക്കും. എത്ര പ്രാർത്ഥിച്ചാലും അതിന് ഉത്തരം കിട്ടത്തില്ല. അത് പിതാവിൻ്റെ അഫെയറാണത്, പിതാവിൻ്റെ കാര്യമാണത്, അല്ലേ? അത് നിത്യതയിൽ നിൻ്റെ പേര് അസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഭൂമി കിട്ടിയിരിക്കുന്ന അടയാളമാണ്. കൈയടിച്ച് ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. യേശുവേ നന്ദി. യേശുവേ മഹത്വം. ഇതുപോലെ തന്നെ ഒരു വിഷയമാണ്, ദൈവം മഹത്വപ്പെട്ടെങ്കിൽ നമ്മൾക്ക് ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. നേരത്തെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പേര് നിത്യതയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. എന്താ കാര്യം? പിതാവിൻ്റെ അഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് കയറി വരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അതെന്താണ്? ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളാണ്. അത് നിത്യതയ്ക്ക് വേണ്ടി വകമാറ്റി ചിലവായിട്ടിരിക്കുന്നു. അതിൻ്റെ ഇൻട്രസ്റ്റ് പോലും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അത് തിരിച്ചടവ് പോലും ആകത്തില്ല. അപ്പം അങ്ങനെ നിത്യമായിട്ട് പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് അത് നിത്യനിക്ഷേപത്തിലേക്ക് പോവുകയാണ്. ഇപ്പോഴെന്താ പറയണത്? ഇതുപോലെ തന്നെയാണ് ദൈവപൈതലെ, നീ കാരണം ദൈവം മഹത്വപ്പെട്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് നിനക്കറിയാൻ പറ്റും. അതെങ്ങനെ അറിയണം? ഇതൊക്കെ അറിയണ്ടേ? എന്താണ് സ്വർഗത്തിൽ നിന്നെക്കുറിച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നീ ഭൂമിയിൽ അറിയണം. അപ്പോൾ ആണ് നമ്മൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് പൂടി പോണ പോലെ ഇരിക്കും, തപ്പിത്തടഞ്ഞു പോകും. വിശ്വാസം തപ്പിത്തടത്തിലൊന്നും പാടില്ല, നേരെ കണ്ട് പോകണം. കുറേ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കണ്ണും പൂട്ടി പോകണ്ടേ? നിങ്ങളുടെ വീട്ടിൽ കുറേ വയസ്സായി കഴിഞ്ഞാൽ കറണ്ട് പോയാൽ പിന്നെ നിങ്ങൾ അവിടെ നിൽക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 10-50 കൊല്ലമായിട്ട് ജീവിക്കുകയാണ്, കറണ്ട് പോയാൽ പിന്നെ അവിടെ തന്നെ നിൽക്കുക? ഇല്ല. കറണ്ട് ഉള്ളതുപോലെ നിങ്ങൾക്കറിയാം ഓരോ സ്ഥലം എവിടെയാണ്, ഫ്രിഡ്ജ് എവിടെയാണ്, അല്ലേ, സ്വിച്ച് എവിടെയാണ്, എല്ലാം നിങ്ങൾക്ക് കാണാപ്പാടമാണ്. എന്താ? കാണുന്നില്ല, പക്ഷേ കാണാപ്പാടമാണ്. എന്താ കാര്യം?
നിങ്ങൾക്ക് പരിചയം കൊണ്ടാണ്. അപ്പോൾ കുറേ വിശ്വാസത്തിൽ ജീവിച്ച് കഴിയുമ്പോൾ എല്ലാം നമുക്ക് കാണാപ്പാടമാകും. നമുക്ക് ഏത് കറണ്ട് പോയാലും ഇരുട്ടാണെങ്കിലും നമുക്ക് തപ്പിത്തടച്ചിലില്ല, നേരെ ചെന്ന് എടുത്തിട്ട് വരും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം ദൈവനാമേ നന്ദി. ദൈവനാമേ മഹത്വം. ദൈവം മഹത്വപ്പെട്ടാൽ നമുക്ക് ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. അതെങ്ങനെ അറിയണത്? അത് 2 കൊരിന്ത്യർ 1:20 വായിക്കണം. 2 കൊരിന്ത്യർ 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പോൾ ഇത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളെല്ലാം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ഒറ്റ വാക്കുകൊണ്ടാണ്. അതിൻ്റെ സിംഗിൾ പാസ്വേഡാണ്. ദൈവത്തിന് 8855 വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിലെ. ഇതെല്ലാം നമ്മുടെ ഈ അനുദിന ജീവിതത്തിനും നിത്യജീവിതത്തിനും ആവശ്യമായ അനുധാരികൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ അനുഗ്രഹം പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ അനുസരിച്ച് വാഗ്ദാനം പ്രാപിക്കണമെന്നതിൻ്റെ അർത്ഥം ഈ സകല വാഗ്ദാനവും നമുക്ക് പ്രാപിക്കാൻ പറ്റും. എങ്ങനെ പ്രാപിക്കാൻ പറ്റും? ദൈവമഹത്വത്തിന് അവൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? ആമേൻ പറയണം. അപ്പം ഒരു നല്ല വിശ്വാസി ആയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം ആമേൻ പറയാൻ പഠിക്കണം. അല്ല കാരിക്കൂവി ആമേൻ എന്ന് പറയണവരല്ല. അപ്പം ആമേനെന്ന് ശബ്ദമില്ല എന്നുള്ളതാണ് വിഷയം. ആമേൻ എന്ന സംഭവത്തിന് ശബ്ദമില്ലാതെ ആമേൻ പറഞ്ഞ ആളാണ് അമ്മ. അമ്മയുടെ ജീവിതം മുഴുവനും അങ്ങനെയാണ്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ അതാണ് ആമേൻ എന്ന് പറയുന്നത്. നിൻ്റെ തിരുമനസ്സെന്നിൽ നിറവേറട്ടെ, ഫിയാത്ത്. നിശബ്ദ അമ്മ അതിനാണ് വേറൊരു വാക്ക് പറയണത്. എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് ആമേൻ. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് വെച്ചാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഇത് തർക്കിക്കത്തില്ല, ബഹളം ഉണ്ടാകത്തില്ല. ഞാൻ സഹനദാസിയായി. അല്ലേ? പഴയ നിയമത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? സഹനദാസൻ. എന്തിൻ്റെ സ്വഭാവം എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സഫറിങ് സെർവൻറ്റ്. എന്താണ് അത്? അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയില്ല. തെരുവീഥികളിൽ അവൻ്റെ സ്വരം ആരും കേൾക്കുകയില്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 12:18-19 തിരുവചനങ്ങൾ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. പുകഞ്ഞ തിരി എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. അത് എന്താ? നീതിയെ വിജയത്തിൽ എത്തിക്കുന്നവരെ തിരി കെടുത്തത്തില്ലെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നിലനിൽക്കും. ദൈവഹിതം നിറവേറ്റുന്നവരെ. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവഹിതമാണ്. ദൈവഹിതം നിറവേറ്റുന്നവരെ വിശ്വാസത്തിൽ നിലനിൽക്കുമെന്നാണ് ഈ പറയണത്. അപ്പം ഇത് ഒരു പരിചരണമാണ്. ദൈവഹിത പ്രകാരമുള്ളൊരു പരിചരണമാണ്. അപ്പം ചില കാര്യങ്ങൾക്ക് അവിടെ പറയണത് നിശബ്ദമായ ആമേനാണ് പറയേണ്ടത്. ചില കാര്യങ്ങൾക്ക് നിശബ്ദമായ ആമേൻ. അതിന് ബൈബിൾ എന്താ പറയണത്? 2:19, 2:52 ലൂക്കാൻ്റെ സുവിശേഷം എന്താ പറയണത്? ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ആരുണ്ടാക്കിയ ആധ്യാത്മികതയെ? അമ്മയുടെ ആത്മാവിൽ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. എല്ലാ ചോദ്യങ്ങളുടെ മുമ്പിൽ ഹൃദയത്തെ സംഗ്രഹിച്ച് കുരിശിൻ്റെ ചുവട്ടിൽ ഇവർ നിൽക്കുന്നില്ലേ? ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ മാതാവ് ഒന്നും പറയണില്ല. പറയണതെല്ലാം കർത്താവാണ് പറയണത്. അല്ലേ? അതാണ് നിശബ്ദമായ ആമേൻ. അവിടെ എന്താണ് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ഈശോ ചോദിക്കുക. എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചെന്ന് ഈശോ ചോദിക്കും. അപ്പോഴും അമ്മ
നിശബ്ദമായി നിൽക്കും. അതാണ് നിശബ്ദമായ ആമേൻ എന്ന് പറയുന്നത്. നിശബ്ദമായ ആമേൻ. തർക്കിക്കത്തില്ല, ബഹളം ഉണ്ടാക്കത്തില്ല. എന്താണ്? സഹനദാസിയുടെ പ്രാർത്ഥനയാണത്, നിശബ്ദമായ ആമേൻ. ചില കാര്യങ്ങൾ ദൈവം ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ തർക്കിക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. എല്ലാവരും ഉടമ്പടി എടുക്കാത്തവർ കാനഡയിൽ പോയില്ല, 5ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ കാനഡയിൽ പോയില്ലല്ല ഇല്ലേ, അവർക്കെല്ലാം വീടായില്ല നാട്ടിൽ. ഇതിങ്ങനെ തർക്കിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വെച്ച് ഉടമ്പടി അവസാനിപ്പിക്കണം. കാര്യം അത് ഉടമ്പടി നിങ്ങളറിയാതെ തന്നെ ഉടഞ്ഞു പോയി കാണും നേരത്തെ എപ്പോഴെങ്കിലും. അപ്പം ദൈവം നിങ്ങളെ സഹനദാസിയെ കൊണ്ടുപോയിട്ട് നിശബ്ദമായ ആമേൻ പറഞ്ഞുകൊണ്ട് നിന്നെ ആധ്യാത്മം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളെ ഇത് ഈ കഥയൊന്നും അറിയാൻ പാടില്ലാതെ നക്കാപ്പിച്ച കാര്യത്തിന് വേണ്ടി ദൈവമായിട്ട് തർക്കിക്കാൻ പോകും. ദാറ്റ് ഈസ് നോൺ സെൻസ്. ഒരു വിശ്വാസം, ദൈവത്തിന് ഇഷ്ടമുള്ള ദൈവം ചെയ്യട്ടെ. ഒരു വിശ്വാസം ഇല്ലാത്തവനൊക്കെ ചിലപ്പോൾ റാങ്ക് കിട്ടിയ, അതുപോലെ തന്നെ നീ വെച്ച പരീക്ഷയ്ക്ക് ജയിച്ച് അവൻ ജോലി കയറും. അപ്പോൾ എന്നിട്ട് നീ പറയും, ഓ അത് പിൻവാതിലൂടെ നിയമനമാണെന്ന് പറയാം. അങ്ങനെ എന്തിനാ പറയണത്? നീ കണ്ടായിരുന്ന പിൻവാതിലൂടെ നിയമിച്ച്. അപ്പോൾ നിൻ്റെ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരെ ആക്ഷേപിക്കട്ടെ, അങ്ങനെ ഈ ഇരുട്ട് കൊണ്ടൊന്നും കൂട്ടടക്കാൻ പറ്റത്തില്ല. വിശ്വാസി അങ്ങനെ ചെയ്യത്തില്ല. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത്, അറിയാത്ത കാര്യങ്ങൾ പറയരുത്. നിന്നെ സംബന്ധിച്ചത് ഇതാണ് ദൈവഹിതം. അപ്പം നീ എന്ത് ചെയ്യും? നീ ഈ കിട്ടിയിരിക്കുന്ന അന്നു വേണ്ട ആഹാരം അതങ്ങനെ കഴിച്ചേക്കണം. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈശോ എന്താ പറയണത്? ലൂക്ക 10:8 ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അപ്പോൾ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അല്പം താമസിക്കും, ഇപ്പോൾ ജോലി കിട്ടാൻ താമസിക്കും, വിവാഹം ഒത്തുവരാൻ താമസിക്കും, മക്കളുണ്ടാകാൻ താമസിക്കും. അപ്പോൾ അതാണ് നമുക്ക് വിളമ്പി കിട്ടിയത്. അതിൻ്റെ പേരിൽ അവൻ പോയല്ല അമേരിക്ക, ഇവള് പോയല്ല കാനഡയിലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കടുത്തേക്കാതെ നിൽക്കരുത്. അങ്ങനെ വന്ന ഉടമ്പടി തീർന്ന്, അവിടെ വെച്ച് ഉടമ്പടി തീർന്ന്, പിന്നെ നിങ്ങൾ ഉടമ്പടിയിലല്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തർക്കിച്ചു, നിങ്ങൾ ബഹളം ഉണ്ടാക്കി, വഴി കിടന്ന് തെറി പറഞ്ഞ്, അതായത് തെരുവീതികൾ അവൻ്റെ സ്വരം കേട്ടില്ലെന്നല്ലേ, കണ്ട വഴിയെ പോകണ വായി നോക്കിയോടെല്ലാം നിങ്ങൾ ദൈവത്തിൻ്റെ ഞാനിപ്പോൾ അതൊക്കെ നിർത്തിയതൊക്കെ പറയും. ഇങ്ങനെ പറയും, ചെറിയ പറയും, ഞാനിപ്പോൾ ഉടമ്പടിയൊക്കെ നിർത്തിയെന്ന് പറയും. വഴി കൂടി പോണ വായി നോക്കിയോട് നിങ്ങൾ ദൈവത്തിന് എന്താ ഒറ്റി കൊടുക്കണത്? അപ്പോൾ നിങ്ങളതിനകത്ത് മൗനമായി നിൽക്കണം. അതിൻ്റെ അകത്ത് വരുന്നത് അമ്മ അങ്ങനെ നിന്നൊരാളാണ്. ചിലപ്പോൾ നിങ്ങൾ ടെസ്റ്റിംഗ് പീരീഡിലായിരിക്കും. നിങ്ങൾക്കറിയാവില്ല, ദൈവം എല്ലാവരും ടെസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പം നമ്മളൊരു തേങ്ങ പാകാൻ എടുത്തെന്ന് വിചാരിച്ചോ, എല്ലാ തേങ്ങയും പാകാൻ എടുക്കുക? ഇല്ല. തേങ്ങ നോക്കിയിട്ട് കൊള്ളാം, വിളവ് കിട്ടുന്നതാണ്, കായ്ക്കണ മരമാണ്, അമ്മേലെ തെങ്ങാണെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ തേങ്ങ എടുക്കും. എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും? വെള്ളത്തിൽ കൊണ്ട് ഇടും. അപ്പം ഇത് തിരഞ്ഞെടുപ്പിലൊരു പ്രശ്നമുണ്ട്. തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കത്തുള്ളൂ. അപ്പോൾ തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ അമേരിക്കൻ വിസയൊക്കെ, ഇപ്പോൾ ഞങ്ങൾക്ക്, ഇപ്പോൾ ഞാൻ യൂറോപ്പിലൊക്കെ പോകണമെങ്കിൽ വിസ അവർ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ പോയി ധ്യാനിപ്പിച്ചു. അപ്പോൾ ആ വിസ അവർ 1 മാസത്തേക്ക് തന്നിട്ടുള്ളൂ. അമേരിക്ക പോയി ധ്യാനിപ്പിക്കാൻ വേണ്ടി കൽക്കട്ടയിൽ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ അവർ 10 കൊല്ലത്തേക്ക് അമേരിക്ക പോകാനുള്ള വിസ തന്ന്, ഒറ്റ ഇൻ്റർവ്യൂവിന് 10 കൊല്ലം തന്ന്. അത് ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പോലെയാണ്. ഈ ദൈവമായിട്ടുള്ള ഏർപ്പാടെന്ന് പറയണത് നിങ്ങളുടെ ഈ മിനിമം കാര്യമായിരിക്കും അതിൽ എടുക്കുന്നത്, മാക്സിമം എടുക്കും. നിത്യത വരെയുള്ള കവറേജ് ഉള്ളത് കാരണം ഈ ടെസ്റ്റ് അതിൻ്റെ അകത്തുണ്ടാകും. നിത്യത കവറേജ് ഇല്ലാത്ത ആൾക്കാർക്ക് ടെസ്റ്റില്ല. നിത്യത കവറേജ് ഇല്ലെങ്കിൽ ടെസ്റ്റില്ല. എന്താണ് അവർക്ക്? അത് എന്തുമാത്രം ഈ ലോകത്തുള്ള ആൾക്കാർ ദൈവത്തെ വിശ്വസിക്കാത്തവരും ഇല്ലേ, അവരുടെ ഭൗതിക കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നടക്കണുണ്ടല്ലോ. പക്ഷേ ജോസഫച്ചൻ ചോദിച്ചാൽ ചിലപ്പോൾ തരികില്ല. എന്താ കാര്യം? നിത്യതയ്ക്ക് അസൈൻ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ദൈവമായിട്ട് ഇത് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ തർക്കിക്കുന്ന ആൾക്കാരെ ഗേറ്റിംഗ് വെച്ച് തന്നെ ദൈവം ഒഴിവാക്കും. തർക്കിക്കുന്ന ആൾക്കാർ അവിടെ അകത്തോട്ട് കയറണ്ട. നിങ്ങൾ തർക്കിക്കുന്ന പാർട്ടിയാണ്. നിങ്ങൾക്ക് വേറെ എന്തോ ഉദ്ദേശമാണ് ദൈവത്തിൽ വന്നിരിക്കുന്നത്, ദൈവമല്ല നിങ്ങളുടെ ഉദ്ദേശം എന്ന് തോന്നിയാൽ ഗേറ്റിംഗ് വെച്ച് തന്നെ ആ സാധനം ഒഴിവാക്കും. ദൈവത്തിലേക്ക് വരുന്നയാൾ തർക്കിക്കത്തില്ല, ബഹളം ഉണ്ടാക്കത്തില്ല, കർത്താവിൻ്റെ ഇഷ്ടം പോലെ നിറവേറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് സബ്മിസീവ് ആകും. അതാണ് അമ്മ നിശബ്ദമായ ആമയും പറയണത്. ഇപ്പോൾ നിങ്ങൾ ചില ഇന്നലെ ഒരാൾ കൊണ്ടുവന്ന് 41 വർഷമായി, കല്യാണമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആദ്യത്തെ കല്യാണമാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ.
അപ്പോൾ എല്ലാവരും കെട്ടിപ്പോയില്ല, ഞാൻ എൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ നിന്ന്, പെങ്ങന്മാർ 3-4 പേരുണ്ട്, അവരെല്ലാം കെട്ടിക്കാൻ നിന്നപ്പോൾ ഈ മനുഷ്യന് പെണ്ണ് കിട്ടിയില്ല. എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പക്ഷെ അവന് തർക്കമുണ്ടാ, അവന് ദൈവത്തെ അറിയാവുന്ന കാരണം തർക്കമില്ല. 3-4 പെമ്മന്മാരെ കെട്ടിച്ച് കഴിഞ്ഞപ്പോൾ അവന് പെണ്ണ് കിട്ടാനുള്ളത് പോയി. അവനിപ്പോൾ 41 വയസ്സായി. അവന് തർക്കമുണ്ടാ? തർക്കമില്ല. കർത്താവിന് ഇഷ്ടമുണ്ട് തരട്ടെ, അല്ലെങ്കിൽ ഞാനിങ്ങനെ കർത്താവിൻ്റെ ഇഷ്ടം പോലെ നിൽക്കും. പ്രസന്റ് ബി ദ നെയിം ഓഫ് ദി ലോർഡ്. ഇതെന്ന് പറയുന്നത് ഈ സഹനദാസൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനകത്തുണ്ട്. ഇതിൻ്റെ മക്കളെ ആധ്യാത്മിക വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പുണ്യം ദൈവം തന്നെയാണെന്ന് വിചാരിക്കണം. ദൈവം തന്നെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, അപ്പോൾ അച്ഛനിങ്ങനെ പറയണതനുസരിച്ചാണെങ്കിൽ ഞങ്ങളുടെ കാര്യമൊന്നും നടക്കത്തില്ലേ? പക്ഷേ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ ലോകത്ത്, ഈ ഭൂമിയിൽ 43,000 കാര്യങ്ങൾ എ ഗ്രേഡിലെ സാക്ഷി കിടക്കുന്നത് കൃപാസനത്തിൽ മാത്രമാണ്. ആ കൃപാസനത്തിൽ നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഓർക്കണം. ലോകത്തൊരു ധ്യാന കേന്ദ്രത്തിൽ 43,000 സാക്ഷി കിടപ്പില്ല യൂട്യൂബിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതെല്ലാത്തിനും സമാധാനം ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ഈ 10-9 കാര്യത്തിൽ സമാധാനം ഉണ്ടായിട്ട് ഒരു കാര്യത്തിൽ സമാധാനം ഇല്ലാതെ വരുമ്പോൾ ആ ഒരു കാര്യം വെച്ചൊരു കർത്താവിനെ പ്രതിക്കൂട്ടിലാക്കിയ 9 കാര്യം നേടിയ കർത്താവ് നിങ്ങളോട് ഗുഡ് ബൈ പറയും. അത് സംഭവിക്കാതിരിക്കാനാണ് ഞാൻ ഈ മുൻകൂർ ജാമ്യം എടുക്കുന്നത്. ഇപ്പം മനസ്സിലായ? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശ്വര ആരാധന, ദൈവനാമം നന്ദി. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ജീവിത ദുരിതങ്ങൾക്കും ജീവിത തടസ്സങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്താറയിലെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുമെന്ന് അരുളി ചെയ്ത അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിനായി ജീവിത ദുരിതങ്ങൾക്ക് വേണ്ടി രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം അങ്ങയുടെ വലതുകരത്താൽ ഈശോ അങ്ങയുടെ ആണിപ്പെടുതാർന്ന വലതുകരത്താൽ ഞങ്ങളെ ആശീർവദിക്കണമേ. തീർത്ഥാടനത്തിലെ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനിലെ പ്രാർത്ഥിക്കുന്നവരും ഈ നിമിഷം കർത്താവിന്റെ ചൈതന്യത്തിലെ നിറയട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, അച്ഛൻ ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോഴേ ഈ മക്കളില്ലാത്തവരില്ലേ, അവരടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. ഇനി അവരിവിടെ ഇല്ലെന്ന് വിചാരിച്ചോ, നിങ്ങൾ അമ്മയാണ് ഇവിടെ ഉള്ളത്. അമ്മ മകൾക്ക് വേണ്ടി അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവല്ലേ ഇതെല്ലാം കാണുകയും എടുക്കുകയും ചെയ്യുന്നത്. അവന് നെഞ്ചുവേദനയുള്ളവരും സ്ട്രോക്ക് വന്നവരും ശിരസ്സിൽ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നെഞ്ചുവേദന വന്നവർ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ സമയമാണ്. അവന് ഡിസ്ചാർജൊക്കെ ഉള്ളവരും അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. വെള്ളപ്പൊക്ക്, വൈറ്റ് ഡിസ്ചാർജൊക്കെ ഉള്ളവരില്ലേ, നടുവേദനക്കാരും കിഡ്നി രോഗികളും പുറകിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ടോൺസിൽ രോഗികൾ, തൊണ്ട രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖങ്ങളൊരു തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. എവിടെയാണ് രോഗം അവിടെ കൈവച്ച് മാറി മാറി പ്രാർത്ഥിക്കുന്നത് കുഴപ്പമില്ല. എവിടെയാണ് രോഗം അവിടെ കൈവച്ച് മാറി മാറി പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ അഭിഷേകത്തിന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവേ, 39 വർഷം നിന്റെ ബലിയർപ്പിക്കുവാൻ നീ എന്നെ യോഗ്യനാക്കി. ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിട്ടുകൊണ്ട്
നിൻ്റെ ഔദാര്യ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ലോകത്തോട് സംസാരിക്കാൻ നീ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഒരു തലവേദന ഉള്ളവർ പോലും സുഖപ്പെടാതെ ഇവിടുന്ന് പോകരുത്. കർത്താവേ, നിൻ്റെ തിരുമുറിവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണം. കർത്താവേ, നിൻ്റെ തിരുമുറിവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണം. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ശിരസ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എവിടെയാണ് നിങ്ങളുടെ രോഗങ്ങൾ അവിടെ എല്ലാം കൈകൾ വെക്കാൻ അടിപ്പിടർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി അമ്മയുടെ മാധ്യസ്ഥത്തിൽ എല്ലാ രക്തസാക്ഷികളെ, വേദസാക്ഷികളെ, വിശുദ്ധന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അടിപ്പിടർ പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ഇറങ്ങി വസിക്കുന്ന സമയമാണ്. സ്വർഗം തുറക്കുന്ന സമയമാണ്. എല്ലാ മലക്കുമാരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, കർത്താവേ, നിന്റെ തിരുവരുവാർന്ന് വലത്തുകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അടിപ്പിട പോലെ ദൈവിക ശക്തി നിങ്ങളെ കൊടുക്കട്ടെ. മക്കളില്ലാത്തവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്പോണ്ടിലോസിന് രോഗമുള്ളവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടിന് വേദന, മുട്ടൊടിഞ്ഞവരെ, തുടയിലൊടിഞ്ഞവരെ, വെരിക്കോസിൻ്റെ രോഗമുള്ളവർ, ശരീരം അഴുകുന്നവർ, ചിരങ്ങ് രോഗികൾ, ചൊറി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അതുപോലെയുള്ള എല്ലാവിധ ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഇപ്പോൾ കഴുകപ്പെടട്ടെ. നടുവേദനക്കാര്, കിഡ്നി രോഗികൾ, കരരോഗികൾ, ഹൃദയ രോഗികൾ, പല്ലുവേദന ഉള്ളവർ, തൊണ്ട രോഗമുള്ളവർ, ശ്വാസകോശ രോഗികൾ, പ്രഷർ കുറഞ്ഞവർ, പ്രഷർ കൂടിയവർ, ഷുഗർ രോഗികൾ, യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ അപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില്, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, മാരക രോഗങ്ങള്, തിരവേദികള്, ദുരിതങ്ങള്, വാചരോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, ക്യാൻസർ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ, ശുദ്ധിക്കട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവവേദനെ, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വീട് ഇല്ലാത്തവര്, ജോലി ഇല്ലാത്തവര്, ഒരു സ്ഥാപനത്തിൽ ജോലി നഷ്ടപ്പെട്ടിട്ട് ജോലി ഇല്ലാതെ നിന്ന് വേറെ സ്ഥാപനത്തിന് വേണ്ടി ജോലിക്ക് ശ്രമിക്കുന്നവര്, വിസ കാലാവധി കഴിഞ്ഞവര്, അത് പുതുക്കി കിട്ടാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവര്, അവരുടെ കൂടെ കൃപാസനവും അച്ഛനും ചേർന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധം അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണെന്ന് ഓർത്തിട്ട് അവർ ആരെങ്കിലും ഈ ലോകത്തെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇപ്പോൾ ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അവർ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്ഥലം വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ, തൊഴിലുരുപ്പടികൾ വിറ്റുമാറാനോ അതിനെ അഭിവൃദ്ധിക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ തന്നെ കാർഷിക മേഖലകൾ, കടങ്ങളും വിഷമത്തിൽ അനുഭവിക്കുന്നവരെ, കാർഷിക വരുമാനങ്ങളിലെ തകർച്ച സംഭവിക്കുന്നവരെ, മത്സ്യത്തൊഴിലാളികൾ, ആ തൊഴിൽ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരെ, ആ മേഖല അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇപ്പോൾ സമർപ്പിക്കേണ്ടതാണ്. ഒരു പ്രൊമോഷന് വേണ്ടി വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നു, ട്രാൻസ്ഫറിന് വേണ്ടി വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നു, ട്രാൻസ്ഫർ കിട്ടാത്ത കാരണം ശമ്പളം കിട്ടുന്നത് കൊണ്ട് ഒന്നും തികയാതിരിക്കുകയും കുടുംബജീവിതം പോലും ഇല്ലാതിരിക്കുകയും ചെയ്ത് വിഷമിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളുടെ കൂടെ വിദേശത്ത് താമസിക്കുന്നു, പക്ഷേ കുഞ്ഞുങ്ങളുടെ കൂടെ താമസിക്കാൻ പറ്റണില്ല. വർഷങ്ങളായിട്ട് കുടുംബം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുടെ കണ്ണുനീരെ ഇപ്പോൾ പ്രാർത്ഥനയാക്കി കൃപാസനത്തിലെ മാതാവിൻ്റെ ദിവസം വെക്കുകയാണ്. തീർച്ചയായിട്ടും 43 ദിവസം അച്ഛൻ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ആ വിഷയത്തിന് ദിവസത്തിനുള്ളിൽ കർത്താവ് നിൻ്റെ മേൽ കാരുണ്യം ഉണ്ടാകുകയും കർത്താവ് നിൻ്റെ ഫയൽ ഏറ്റെടുക്കുകയും കർത്താവ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ നിന്റെ ജീവിത ദുരിതങ്ങളെ, ജീവിത തടസ്സങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ, ഹല്ലേലൂയ.
വരേണമേ എന്നിൽ നിറയണമേ നാഥാ വരേണമേ സൗഖ്യം നൽകണമേ. ദൈവത്തിലെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് IELTS, OET, PSC, അതുപോലെ തന്നെ ഓരോരോ പരീക്ഷ, നൈപുണ്യ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ എഴുതിക്കഴിഞ്ഞവർ, ഇൻകം ടാക്സിൻ്റെ പരീക്ഷകൾ, ബാങ്ക് ടെസ്റ്റുകൾ എഴുതിക്കഴിഞ്ഞവർ, എഴുതാൻ പോകുന്നവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസമോ അതിന് യോഗ്യത ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഇതെല്ലാം ഉടമ്പടിയുടെ വിഷയങ്ങളാണ്. അതെല്ലാം മേലും ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടാകും. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയിൽ നിന്നുകൊണ്ടാണ് കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയുടെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ വിഷയത്തെ നിന്നെ വേദനിപ്പിക്കും മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് ഓട്ടിസവും അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ ഉണ്ട്, മാതാപിതാക്കന്മാർ നരകതുല്യമായ വേദന അനുഭവിക്കുന്നവർ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് ഏൽപ്പിക്കണം. ആ കുഞ്ഞുങ്ങളെ ശ്രുതികട ഹല്ലേലൂയ. കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ഒറ്റയും പാട്ടത്തിനും താമസിക്കുന്നവർ, വാടകക്കാലം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നവർ, അതിൻ്റെ വേദന അനുഭവിക്കുന്നവർ, അതേസമയം തന്നെ ഇറങ്ങി തരാതെ ഇരിക്കുന്നത് കാരണം അവരെ മറ്റൊരു വിഷമിക്കുന്നവർ, ഇതിനെല്ലാം സൊല്യൂഷൻ വേണം. രണ്ട് കക്ഷികളുമുണ്ട്, അവർക്ക് രണ്ടുപേർക്കും ജീവിക്കണം. അതെല്ലാം ദൈവദൃശ്യത്തിൽ സമർപ്പിക്കുന്ന വിഷയങ്ങളാണ്. പല പല രോഗങ്ങളും മാറി മാറി വരികയും മാറാതെ നിൽക്കുന്ന രോഗങ്ങളുണ്ട്. വെള്ളപ്പണ്ട് രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, അവിടെ എല്ലാം വിശുദ്ധമായ രക്തം കർത്താവ് തളിക്കപ്പെടുന്നതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിതമാർഗം മുട്ടിപ്പോയവർ, കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റായി പോയവർ, തിരിച്ചു കയറാൻ പറ്റാതിരിക്കുന്നവർ, വിസ ഉണ്ട് പക്ഷേ ജോലിയില്ല, കോൾഫോർ ചെയ്യുന്നില്ല, അങ്ങനെ ധർമ്മസങ്കടത്തിയിരിക്കുന്നവരുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്ന് ജീവിക്കുന്നവർ, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 16 ദിവസം ഡേറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി. വെള്ളമില്ലാത്തവരെ, ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ കിണർ കുത്തി, എനിക്ക് വെള്ളം കണ്ടില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞ്, രണ്ടാമത്തെ കിണർ കുത്തുമെന്ന് വിചാരിക്കരുത്, ഞാൻ കുത്തത്തില്ല, ഞാൻ ഈ കിണർ കുത്തിയിരിക്കണം നിൻ്റെ നാമത്തിലാണെന്ന്, ഇവിടെ തന്നെ എനിക്ക് വെള്ളം തരണമെന്ന്. വിശ്വാസിക്ക് അവകാശമുണ്ട്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ജീവനോടെ മഹത്വപൂർണനായി ആരാധ്യനായി അനുഗ്രഹദാതാവായി നിൽക്കുന്ന സമയമാണ്. അമ്മ പരിശുദ്ധമ്മ ദേവമാത നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നിങ്ങൾ സന്തോഷമായിരിക്കണം. ഓൺലൈനിലുള്ളവരും ഇപ്പോൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷാത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നമുക്ക് വേണ്ടി മാധ്യസ്ഥത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർക്കണം. വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്നവരെ പുച്ഛത്തോടെ പുറന്തള്ളണം. നീ നിൻ്റെ വിശ്വാസമായി നീ മുന്നോട്ട് പോകും.
നമ്മൾ നേടും, കൃപ ധരിക്കും, നമ്മൾ ജയിക്കും. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന.